മിങ് അരാലിയ, അരാലിയ ഗ്രീൻ. മനോഹരമായ ചെടിയാണ്. പക്ഷേ ഇതിനെ എനിക്ക് പേരൊന്നും അറിയാത്തത് കൊണ്ട് ആദ്യം ബോർഡർ ചെടി എന്നൊക്കെ പറഞ്ഞാണ് വിളിച്ചിരുന്നത്. ഞാൻ കൂടുതൽ വിവരങ്ങൾ ഇടാട്ടോ. നിങ്ങളൊരു പാട്ട് കേട്ടിട്ടുണ്ട്, ഇത് കാണൂ. ഇനി ഞാൻ പറയാട്ടോ. മുറിയുടെ സൗന്ദര്യശാസ്ത്രം വർദ്ധിപ്പിക്കുന്നു, മാനസികാരോഗ്യം വർദ്ധിക്കുന്നു, അങ്ങനെ പലതും പറഞ്ഞു. പച്ചപ്പിൻ്റെ ആ ശാന്തത, മനുഷ്യൻ്റെ എന്തെങ്കിലും ചെയ്യാനുള്ള ഉത്സാഹം എല്ലാം പറഞ്ഞു. എങ്കിലും ഇതിൽ വിഷാംശമുണ്ട്. അത് കുട്ടികളിൽ നിന്നും പിന്നെ നമ്മുടെ വളർത്ത് മൃഗങ്ങളൊക്കെ ഇല്ലേ, അതിൽ നിന്നെല്ലാം അകറ്റി വയ്ക്കുക. അതുങ്ങളെയൊക്കെ അടുപ്പിക്കാണ്ടിരുന്നാൽ മാത്രം മതി. അല്ലാതെ അതെല്ലാം നമ്മൾ പരിശീലിപ്പിക്കുന്ന പോലെ ഇരിക്കും. അങ്ങനെയൊക്കെ ചെയ്യുക. വളരെ നല്ല ചെടിയാണ്.
അപ്പോൾ വിഷാംശമുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. വായിലിട്ട് അതിൻ്റെ സൗന്ദര്യമൊക്കെ കണ്ട് അതിനെ കെട്ടിപ്പുണർന്ന് വായിലൊന്നും വെക്കാനായിട്ട് പോകരുത്. മനുഷ്യരിലും അസ്വസ്ഥതയുണ്ടാകും വായിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ. അല്ലാതെ നമുക്ക് നോക്കി അതിൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് നമ്മൾക്ക് വേണ്ട എല്ലാം കിട്ടും. നിങ്ങൾ വായിച്ചിട്ടില്ലേ പല കാര്യങ്ങളിലും ചില ചെടികളൊക്കെ വളർത്തുന്ന അതിൻ്റെ പരിചരണം ഒക്കെ കൊണ്ട് നമ്മുടെ ആരോഗ്യം തന്നെ മെച്ചപ്പെടുന്ന കാര്യം പലർക്കും അറിയാവുന്നതാണ്. വായിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ വായിക്കുക. പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ അറിയാൻ പറ്റും നമ്മളുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുന്നത്, അതായത് പോസിറ്റീവ് എനർജി വരുന്നത്. എന്ന് വെച്ച് ചെടി വളർത്തി നമ്മളുടെ രോഗം ഇല്ലാതാകുന്നു എന്നല്ല, പക്ഷേ ഒരു പ്രത്യേകതയുണ്ട്. അത് നിങ്ങൾ കൂടുതൽ വായിക്കും തോറും നിങ്ങൾക്കത് മനസ്സിലാകും. അപ്പോൾ ഇതെല്ലാം ഓഫീസിലോ ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എപ്പോഴും മുഷിപ്പൊക്കെ വരുമല്ലോ. ഒരു കാര്യം തന്നെ കുറേ സമയമൊക്കെ ചെയ്തു വരുമ്പോൾ, എൻ്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ ഇപ്പോൾ എനിക്ക് ഇടയ്ക്ക് മുഷിപ്പ് വരാറുണ്ട്. എനിക്കിഷ്ടമാണെങ്കിലും പക്ഷേ നിങ്ങൾക്കിത് ഇഷ്ടമോ ഇല്ലേ എന്നുള്ള ഒരു ആകാംക്ഷ, അതുകൊണ്ടാണ് ഇടയ്ക്ക് പാട്ടൊക്കെ ഇടുന്നത്. അപ്പോൾ നിങ്ങൾ അതിനെ ഇഷ്ടപ്പെടുക. എൻ്റെ സംസാരം അത്ര ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പാട്ടിടുന്നത്, സംസാരിക്കാനുള്ള അത്ര അപ്പോൾ നിങ്ങളിതിനെയൊക്കെ ഇഷ്ടപ്പെടുക, പ്രകൃതി ഇഷ്ടപ്പെടുക, പ്രകൃതിയോട് ഇണങ്ങുക. ചെടിക്ക് വിഷമുണ്ടെങ്കിലും വായുവിലെ വിഷാംശത്തെ അത് വലിച്ചെടുക്കുന്നു. ഫോർമാൽഡിഹൈഡ്, ബെൻസീൻ, ട്രൈക്ലോറോഎത്തിലീൻ, അങ്ങനെയുള്ള വായുവിലെ വിഷാംശം മാലിന്യങ്ങളെ അകറ്റുന്നു. പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു ഉത്സാഹം തരുന്നു, ശാന്തത തരുന്നു എന്നൊക്കെ പറയാം. അതൊക്കെ ഓരോരുത്തരുടെ മനസ്സിൻ്റെ ഇതാണ്. ഞാൻ പറഞ്ഞ് നിങ്ങളെ മനസ്സിനെ പ്രകൃതിയോട് അടുപ്പിക്കാൻ വിചാരിക്കുന്നുണ്ട് എങ്കിലും നിങ്ങൾക്കതിനുള്ള താല്പര്യം വേണ്ടേ? നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനോട് ഇണങ്ങുക. എല്ലാവർക്കും നല്ലതാണത്. ഇഷ്ടപ്പെടുക, പ്രകൃതിയെ ഇഷ്ടപ്പെടുക. ഇനി എനിക്ക് കൂടുതലൊന്നും പറയാനില്ല, എഴുതിയിട്ടുണ്ട്, അത് വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് വരാം, നല്ല വീഡിയോ ആയിട്ട് വരാം. കുപ്പയോടെ ലക്ഷ്മി ശിവ്.